നമസ്കാരം. സി മലയാളം ന്യൂസിനൊപ്പമുള്ളത് ശ്രീ ടോബിയോ പി ഡി. പരിചയപ്പെടേണ്ട ചെറുപ്പക്കാരനാണ്. തൃശ്ശൂരാണ് സ്വന്തം സ്ഥലം. നിലവിൽ ചാലക്കുടിയിൽ പനമ്പള്ളി മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് ശ്രീ ടോബിയോ പി ഡി. നമസ്കാരം ടോബിയോ. നമസ്കാരം. ടോബിയോയെ കുറച്ച് കാലമായിട്ട് ഒന്ന് കാണണമെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഞാനും. അപ്പോൾ ടോബിയോ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഗവൺമെൻറ് പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ്. അതെ അതെ അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ടോബിയോ വരുന്നു എന്നറിഞ്ഞ് ടോബിയോയെ ഞാൻ പിടിച്ചിവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധമായിരുന്നു. അല്ല, ടോബിയോ എന്നോട് ആവശ്യപ്പെട്ടത് എന്നെ ഒന്ന് നേരിട്ട് കാണണമെന്ന് മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, ടോബിയോയെ ഒരുപാട് പേര് കാണണം. കാരണം ടോബിയോ ഒരു മാതൃകയാണ് സമൂഹത്തിലെ ഒരുപാട് പേർക്ക്, സർവൈവലിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരുപാട് പേർക്ക്. ഈ എല്ലാം ഉള്ളവരും ഒന്നുമില്ലാത്തവരും എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ഒരു നിശ്ചയദാർഢ്യം നമ്മളെ ഏത് ലോകത്തിലേക്ക്, ഏത് ഉയരത്തിലേക്ക് എത്തിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായ ഒരു മാതൃകയായിട്ടാണ് ടോബിയോയെ ഞാൻ കാണുന്നത്. സമൂഹവും അത് കാണണം എന്നുള്ളതുകൊണ്ടാണ് ടോബിയോ വരണം എന്ന് ഞാൻ പറഞ്ഞത്. സന്തോഷമല്ലേ? സന്തോഷമാണ്. തീർച്ചയായിട്ടും. ടോബിയോ കോളേജിൽ പഠിപ്പിക്കുകയാണ് പൊളിറ്റിക്കൽ സയൻസ്. എങ്ങനെയാണ് പഠിപ്പിക്കലുകളൊക്കെ നടക്കുന്നത്? കുട്ടികളൊക്കെ എങ്ങനെയാണ് ഇടപെടുന്നത്? ഞാനിപ്പം പഠിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഞാനിപ്പം അവിടെ FIUG 4 ഇയർ UG പ്രോഗ്രാം നമ്മുടെ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. 2024-25 വർഷം മുതൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ 4th സെമസ്റ്റർ BA പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്ലാസ് ട്യൂട്ടർ കൂടിയാണ്. അപ്പോൾ ക്ലാസ് ട്യൂട്ടറായിട്ട് അങ്ങനെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കുട്ടികളായിട്ട് നല്ല രീതിയിൽ നല്ല റിലേഷൻ വരുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് പഠിപ്പിക്കുമ്പോൾ നമ്മൾ നോട്ട്സ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് പേഴ്സണൽ ഗൈഡൻസും പിന്നെ ക്ലാസ്സസും നമ്മൾ നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ കുട്ടിയെയും ശബ്ദം വെച്ച് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ നീഡ്സ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അവർക്ക് സ്പെഷ്യലായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രൊവൈഡ് ചെയ്യാനും ഞാൻ ശ്രമിക്കാറുണ്ട്. എങ്ങനെ ടോബിയോ പഠിക്കുകയൊക്കെ ചെയ്തത്? ഞാൻ പഠിച്ചത് ചെറുപ്പകാലത്ത് ബ്രെയിൽ ലിപി ഉപയോഗിച്ചിട്ടായിരുന്നു. നമ്മുടെ ലൂയി ബ്രെയിൽ കണ്ടുപിടിച്ച ബ്രെയിൽ ലിപി ഉപയോഗിച്ചിട്ടായിരുന്നു പഠിച്ചത്. അതിനുശേഷം ഞാൻ കേരളവർമ്മ കോളേജിൽ, അതിന് മുമ്പ് ഞാൻ +2 ഇരിഞ്ഞാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു. അപ്പം അതിനുശേഷം ഞാൻ കേരളവർമ്മ കോളേജിൽ ഡിഗ്രിയും PGയും പഠിക്കുകയാണ് ചെയ്തത്. പിന്നെ B.Ed, നെറ്റ്, ഇനി അടുത്തതിൽ PhDക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അതായത് ഡോക്ടർ ടോബിയോ പി ഡി എന്ന പേര് നമുക്ക് വയ്ക്കണം. എന്തിലായിരിക്കും PhD ചെയ്യാൻ പോകുന്നത്? ഞാൻ അംബേദ്കറിൻ്റെ കോൺട്രിബ്യൂഷൻസിൽ PhD ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി, പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് അംബേദ്കറാണോ ഇഷ്ടപ്പെട്ട ഫിഗർ? അദ്ദേഹമാണല്ലോ നമ്മുടെ ഡൗൺ ട്രോഡൻ്റായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 32 അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ളത് നോക്കുമ്പോൾ, പിന്നെ എസ്പെഷ്യലി അദ്ദേഹം നമ്മുടെ റിയൽ ഫാക്റ്റ്, നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയുടെ റിയൽ ഫാക്റ്റുകൾ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഡോക്ടർ സതീഷ് കുമാർ PK. അദ്ദേഹമായിട്ടും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഇടയ്ക്കൊക്കെ ഡിസ്കഷൻസ് നടത്താറുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ അംബേദ്കർ ഫാനായി മാറി. ഫാൻ എന്നുള്ളത് ഇല്ല, അങ്ങനെ ഇല്ല. പക്ഷെ നമുക്ക് ഈ ആശയങ്ങളോടൊക്കെ ഒരു യോജിപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഡൗൺ ടോളറൻസിന് വേണ്ടിയൊക്കെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ ഈ ആശയത്തോട് മാത്രമല്ല, ഗാന്ധിയൻ ആശയങ്ങളോടും കുറേ ആശയങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിനോടൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഈ രാഷ്ട്രീയം പറയുന്നതിനൊക്കെ പരിമിതികൾ കാണും. എങ്കിലും ഒരു പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തെ വിലയിരുത്തുക? കേരളത്തിലെ രാഷ്ട്രീയത്തെ ഞാൻ വിലയിരുത്തുമ്പോൾ ഇപ്പം ഒരുപാട് പുതിയ പദ്ധതികൾ ഇപ്പം ജനങ്ങൾക്ക് വേണ്ടി ഇപ്പം കൊണ്ടുവരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മളെ പോലെയുള്ള ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി ഇപ്പോൾ എക്സ്പോ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള യൂത്ത് ഫെസ്റ്റിവൽസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പം അതിലൊക്കെ വേണ്ടിയിട്ട് ഒരു ഈക്വാലിറ്റിയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ചും നമ്മളുടെ ഇപ്പം ഒരു എക്കോണമിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കൺസ്യൂമർ സ്റ്റേറ്റും കൂടെ ആണല്ലോ. അപ്പോൾ ഈ ഒരു കൺസ്യൂമർ സ്റ്റേറ്റിൽ നമുക്ക് ഒത്തിരി ഇടത്തരക്കാരും അതുപോലെ തന്നെ സാധാരണക്കാരും അതുപോലെ തന്നെ കുറച്ച് റിച്ചായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് കൂടി അനുകൂലമാവുന്ന രീതിയിൽ
ഒരുപാട് കർമ്മ പദ്ധതികളൊക്കെ കൊണ്ടുവരാനായിട്ട് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇനിയും ഒരുപാട് പ്രത്യേകിച്ച് നമ്മുടെ റോഡ്സും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി ഡെവലപ്മെൻറ്റ്സ്, ദേശീയപാതയൊക്കെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ ഇനിയും വികസനം. ഇപ്പോൾ ദേശീയപാതയൊക്കെ വികസിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് പറയണം, നമ്മുടെ കാൽനട ഒക്കെ നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർ ആ ഒരു ഭാഗത്തും കൂടി നല്ല രീതിയിൽ ഇപ്പം റോഡിനൊക്കെ നല്ല ഫിനിഷിംഗ് ഒക്കെ വെച്ച് അതിനൊക്കെ കിട്ടുവാണെങ്കിൽ, അത് ടൊബിയോ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നി. പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ഏരിയയിലൊക്കെ നല്ല റോഡ് പണിയൊക്കെ കഴിഞ്ഞ് നല്ല റോഡൊക്കെ ആയി. പക്ഷേ നമ്മൾ കാൽനടക്കാർക്കും കൂടെ കുറച്ചും കൂടെ പരിഗണനയും കൊടുത്തുകൊണ്ട് ആ രീതിയിൽ നടന്നു പോകുന്നവരെയും കൂടെ ഒന്ന് പരിഗണിക്കണം എന്നുള്ളൊരു, വാഹനങ്ങൾ മാത്രം പോയാൽ പോരാ. അതെ 100% ശരിയായിട്ടുള്ളൊരു ആവശ്യമാണ്. എന്ത് സജഷൻസ് ആണ് അക്കാര്യത്തിൽ ടൊബിയോയ്ക്ക് പറയാൻ പറ്റും? ഇപ്പോൾ ഉദാഹരണത്തിന് ടൊബിയോയൊക്കെ നടന്നു പോകുമ്പോൾ, ഒറ്റയ്ക്കൊക്കെ നടന്നു പോകുമ്പോൾ പോകേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ. അല്ല, പ്രത്യേകിച്ച് നമ്മുടെ റോഡ് സൈഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ടാർ ഭാഗത്ത് റോഡിലൂടെയൊക്കെ നോക്കുമ്പോൾ നിറയെ ബസ്സുകളും അല്ലെങ്കിൽ വാഹനങ്ങൾ, ലോറികളൊക്കെ ഉണ്ട്. അല്ലാത്ത ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര കല്ലുകളൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഒക്കെ ഒന്ന് കുറച്ച് നടപ്പാതെ കുറച്ചുകൂടെ ഒന്ന് ഈസ് ആയിട്ട് നമുക്ക് നടക്കാൻ പാകത്തിന് ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റണം. പ്രത്യേകിച്ച് ഈവനിങ് ടൈമിലൊക്കെ നമ്മൾ ഒരാളുടെ സഹായത്തോടെയോ അല്ലാതെയോ ഒക്കെ നടന്നു പോകുന്ന സാഹചര്യം വരും. നമുക്ക് അത് ചെയ്യാൻ പറ്റണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഈ നഗരങ്ങളിലൊക്കെ പലപ്പോഴും ഫുട്പാത്തുകൾ, അവിടെ ഈ ബൈക്ക് കയറ്റി ഓടിക്കുന്ന പരിപാടിയുണ്ട്. മനുഷ്യൻ നടന്നു പോകുന്ന വഴി കൂടെ ബൈക്ക് കയറ്റി ഓടിക്കും. അത് ധാരാളം ഉണ്ട്. മറ്റുള്ളവർക്ക് മനസ്സിലാകാനും കൂടെ ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ ഈ ബ്രെയിൽ ലിപിയിൽ തുടക്കത്തിൽ അടിസ്ഥാന പാഠങ്ങൾ പഠിക്കും പോലെ അല്ല നമ്മൾ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ നമ്മൾ കൊണ്ടുപോകുന്നത്. അതിനുശേഷം പിന്നെ BEd, നെറ്റ്, ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട, വളരെ എഫേർട്ട് എടുത്ത് അതിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പഠിച്ചാൽ മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് ടൊബിയോ അതൊക്കെ ഡീൽ ചെയ്തത്? അതായത് ഞാൻ ബ്രെയിലൊക്കെ പഠിച്ച് 10th വരെ ഞാൻ തൃശ്ശൂർ അത്താണിയിലാണ് പഠിച്ചത്. അത്താണി JMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അവിടെ അങ്ങനെ ഒരു സ്കൂളിലാണ്. അത് ബ്ലൈൻഡിന് വേണ്ടിയുള്ള ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു സ്കൂളായിരുന്നു. അപ്പം അവിടെയാണ് ഞാൻ ബ്രെയിലൊക്കെ പഠിച്ചതും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചത് അവിടെയായിരുന്നു. അതിനുശേഷം പിന്നെ +1 മുതലും നമ്മൾ കുറച്ചൊക്കെ ബ്രെയിലൊക്കെ ഉപയോഗിച്ചെങ്കിലും നമുക്ക് കുറച്ചുകൂടെ വൈഡ് റീഡിങ് ആവശ്യമല്ലേ. അപ്പോൾ അന്ന് കാസറ്റിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ട്, അന്ന് ടേപ്പ് റെക്കോർഡറും കാസറ്റിൻ്റെയൊക്കെ ഒരു കാലഘട്ടമായിരുന്നു, 2003 ആ ടൈമിലൊക്കെ. അതിനുശേഷം പിന്നീട് നമ്മൾ IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് പഠിച്ചു. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറിൽ നമുക്കൊരു സ്ക്രീൻ റീഡിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്. അതായത് സ്ക്രീനിൽ എന്താണോ കാണുന്നത് അത് നമുക്ക് ശബ്ദത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന സോഫ്റ്റ്വെയറുകളുണ്ട്. അപ്പോൾ അത്തരം സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ ആണ് പഠിച്ചത്. ഒപ്പം തന്നെ നമ്മുടെ ബുക്സ് ഒക്കെ ഉണ്ടല്ലോ, അത്തരം ബുക്സ് ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ കേട്ട് മനസ്സിലാക്കി പഠിക്കുകയാണ് ചെയ്തത്. എനിക്ക് MAക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. 1ാം റാങ്ക് ആയിരുന്നു, എനിക്കറിയാം. അത് എനിക്ക് തോന്നുന്നു നമ്മൾ ആ സമയത്ത് എപ്പോഴോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു എനിക്ക്. നല്ലൊരു അച്ചീവ്മെൻ്റ് അല്ല, അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. പിന്നെ അതിനുശേഷമുള്ള MA കഴിഞ്ഞിട്ടുള്ള MAയുടെ ഇടയിൽ ഒരു നെറ്റ് എക്സാം എഴുതിയിരുന്നു. MA കഴിഞ്ഞിട്ട് ഞാൻ ഒരു UGC നെറ്റ് എക്സാം അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലാണ് എനിക്ക് ആക്ച്വലി നെറ്റ് ക്വാളിഫൈ ചെയ്തത്. പിന്നെ ഞാൻ BEd ചെയ്തു. BEd ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് നെറ്റ് ക്വാളിഫൈഡ് ആയത്. അപ്പോൾ BEd കഴിഞ്ഞിട്ട് ഞാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു 2 PSC പരീക്ഷകൾ എഴുതി. ഹയർ സെക്കൻഡറി ജൂനിയറും അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി സീനിയറും. അപ്പോൾ ഹയർ സെക്കൻഡറി ജൂനിയറും സീനിയറും ആണ്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഒറ്റ പോസ്റ്റിലേക്കുള്ളൊരു അപ്പോയിൻമെൻ്റ് ആണ്. ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒരാളെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവും. അങ്ങനെയാണ്. അപ്പോൾ ജൂനിയർ എഴുതി കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നത് 2013 മാർച്ച് 11-നാണ്. ഞാൻ എഴുതുന്നത് 2013 ജനുവരി 18 വെള്ളിയാഴ്ചയാണ്. അപ്പോൾ 2013 മാർച്ച് 11 തിങ്കളാഴ്ചയാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ റിസൾട്ട് വന്നു എന്ന് ഞാൻ കോളേജിൽ വെച്ച് അറിഞ്ഞു. കോളേജിൽ അന്ന് ഞാൻ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ചാലക്കുടി പനമ്പള്ളി കോളേജിൽ തന്നെ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അതിനുശേഷം ഞാൻ വീടെത്തി റിസൾട്ട് നോക്കുമ്പോൾ എനിക്ക് 94 മാർക്സ്. ഇപ്പോൾ ഫസ്റ്റ് കിട്ടിയ ആൾക്കും 94 മാർക്സ്. ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുള്ളൂ.
അപ്പോൾ ജൂനിയർ പോസ്റ്റാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഒരു റൂൾ എന്താണെന്ന് വെച്ചാൽ ഒരേ മാർക്കുള്ള 2 പേര് വന്നാൽ ഏജ് പ്രിഫറൻസ് ആണ് PSC പിന്നീട് നോക്കുക. അപ്പോൾ അദ്ദേഹത്തിന് പ്രായം എന്നേക്കാൾ കൂടുതലായതുകൊണ്ട് അദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരേ മാർക്ക് വന്നിട്ടും ആ ജോലി കിട്ടാത്തതിൻ്റെ ഒരു നിരാശ എനിക്ക് ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ അടുത്തതിൽ ട്രൈ ചെയ്തു. അടുത്തത് എക്സാം എന്ന് പറയുന്നത് എന്താ പറയുക 2013 തന്നെ ജൂൺ 14-ാം തീയതി ആയിരുന്നു. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഇതെല്ലാം ഡേറ്റുകൾ ഓർത്ത് വെച്ചിരിക്കുകയാണല്ലേ പറഞ്ഞു. പിന്നെ ആ റാങ്ക് ലിസ്റ്റ് വന്നത് ജൂലൈ വർഷം തന്നെ ജൂലൈ 30-ന് വന്നു. പക്ഷേ ആ റാങ്ക് ലിസ്റ്റിൽ എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് 2013 ഡിസംബർ 20-ന് ഞാൻ മരത്തങ്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കോളേജിയേറ്റിന് വേണ്ടി പഠിക്കണം, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകണം എന്നുള്ളതൊക്കെ. അതായത് ഞങ്ങളുടെ കോളേജിൽ ഞാൻ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യുന്നത് 2012-13 ഇതേ കോളേജിൽ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ കുറേ ടീച്ചേഴ്സ് പൊളിറ്റിക്കൽ സയൻസിൽ കുറച്ച് പുതിയ ആളുകളൊക്കെ വന്നു. അപ്പോൾ അതിൽ എസ്പെഷ്യലി ഒരു ആശ കരോൾ ആൻ്റണി എന്ന് പറയുന്ന ഒരു ടീച്ചർ വന്നു. അപ്പോൾ ആ ടീച്ചറും കൂടെ വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ശരിക്കും ടീച്ചർ നല്ലൊരു ആറ്റിറ്റ്യൂഡുള്ളൊരു ടീച്ചറാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് എനിക്കും ഇതുപോലെ ഒരു ടീച്ചറാകണം, അധ്യാപകനാകണം, കോളേജ് അധ്യാപകനാകണം എന്നൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഓൾറെഡി 2012 പനമ്പള്ളി കോളേജിൽ വെച്ച് തന്നെയാണ് ഗവൺമെൻറ് കോളേജിലേക്കുള്ള അപ്പോയിൻമെൻറ്റിനുള്ള അപേക്ഷ അയച്ചത്. അതേ കോളേജിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് അയച്ചത്. അപ്പോൾ അതിനുശേഷം വെരിഫിക്കേഷൻ കഴിഞ്ഞു, ഇൻ്റർവ്യൂ കഴിഞ്ഞു. 2017 നവംബർ 30-ന് ഞാൻ മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ ജോയിൻ ചെയ്തിട്ട് 2018 ജൂൺ 4-ന് ഞാൻ ചാലക്കുടി പനമ്പള്ളി കോളേജിൽ ട്രാൻസ്ഫർ വഴി ഇങ്ങോട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. ഒരു പോരാളിയാണ് എന്നുള്ളതാണ് വീണ്ടും തെളിയിക്കുന്നത്. ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കിങ്ങനെ പഠിക്കണം, അതൊരു ചെറിയ തോന്നലല്ല. പലരും പഠിക്കാൻ സാഹചര്യങ്ങളുണ്ടെങ്കിലും സൗകര്യങ്ങളുണ്ടെങ്കിലും എന്തിനു പഠിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്താണ്. അത് തോന്നൽ ഒരു ആവശ്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ തോന്നലിനോടൊപ്പം നമുക്ക് സാധാരണക്കാരെക്കാളും കൂടുതൽ എഫേർട്ട് ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പ്രത്യേകിച്ച് അവർക്കെന്ന് പറഞ്ഞാൽ ഏതൊരു ബുക്ക് കയ്യിൽ കിട്ടിയാൽ അപ്പോൾ ഉടനെ വായിക്കുക, അതിനെ നോട്ട് എഴുതിയെടുക്കുക, അവർക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അന്ന് കാസറ്റ്, എനിക്ക് ഓർമ്മയില്ല, ഡിഗ്രിയൊക്കെ പഠിക്കുമ്പോൾ കാസറ്റൊക്കെ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്തിട്ട് ഫ്രണ്ട്സിനെ കൊണ്ട് വായിപ്പിച്ച് റെക്കോർഡ് ചെയ്തിട്ട് അത് പ്ലേ ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ചിലപ്പോൾ ചില കാസറ്റുകളൊക്കെ ചുറ്റി പിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. വീണ്ടും റെക്കോർഡ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പലതും നമ്മൾ ഈ ബുക്സ് സംഘടിപ്പിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പോൾ സാധാരണക്കാരെക്കാളും ഇരട്ടി എഫേർട്ട് നമ്മൾ പല കാര്യങ്ങളിലും ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിലും പക്ഷെ പിന്നീട് നമുക്ക് ആ ഔട്ട്പുട്ട് വെച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അത് റെക്കോർഡ് മെറ്റീരിയൽസ് ആകാം, അല്ലെങ്കിൽ സ്കാൻ ചെയ്തതോ അല്ലെങ്കിൽ ഇ ബുക്സോ ഉള്ള CD ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ അത് വെച്ച് പഠിച്ചിട്ട് നമ്മളൊരു പരീക്ഷയ്ക്ക് എഴുതി ആ മാർക്ക് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം. നമ്മുടെ എഫേർട്ടിന് നമുക്ക് കിട്ടുന്ന സന്തോഷം ചെറിയ എഫേർട്ട് അല്ലല്ലോ. കാസറ്റിന്റെ വള്ളി കുരുങ്ങിയാൽ പിന്നെ വീണ്ടും റെക്കോർഡ് ചെയ്യണം, വേറെ കാസറ്റ് മേടിച്ച്. പിന്നെ എഫേർട്ടിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് സപ്പോർട്ട് എന്നുള്ളൊരു സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിട്ടുണ്ട്. കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷേ പോസിറ്റീവായിട്ട് നമുക്ക് നോക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് കോളേജിലും അതുപോലെ തന്നെ ഇപ്പം പഠിക്കുന്ന കാലത്തും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഞാൻ ടോബിയോട് ചോദിച്ചിരുന്നു, ടോബിയോ എങ്ങനെയാണ് യാത്രയൊക്കെ ചെയ്യുന്നത് എന്ന്. അപ്പോൾ ട്രെയിനിലാണ് ടോബിയോ വന്നതെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ പറഞ്ഞ ടോബിയോ ഒറ്റയ്ക്ക് സഞ്ചരിച്ച ആളാണ്? ഒന്ന് നമ്മൾ ട്രെയിനിലേക്ക് കയറണം, അപ്പോൾ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഒരാളൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അതിനുശേഷം നമ്മുടെ ഒരു ബെർത്തിലേക്ക് നമുക്ക് പോകണം. നമുക്ക് ആ സമയത്തുള്ള ഒന്നെങ്കിൽ യാത്രക്കാരെ ഡിപ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമ്മുടെ RPF ഇത്തരം കാര്യങ്ങളിലൊക്കെ ബ്ലൈൻഡിന് നല്ല ഹെൽപ്പാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ RPF വളരെ ഹെൽപ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് യൂസ്ഫുള്ളാണ്. പിന്നെ നമ്മുടെ സമൂഹം അതൊരു വലിയൊരു ഫാക്ടറാണ്, യൂസ്ഫുള്ളാണ്. മനുഷ്യർ നല്ല മനുഷ്യരാണെന്നാണ് പൊതുവെ ടോബിയോയുടെ. നമുക്ക് നല്ല മനുഷ്യരുണ്ട്, പക്ഷേ നല്ല മനുഷ്യർ കൂടുതൽ ഉണ്ട് എന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതെന്താ ചില മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലായത്. മോശം അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ 2018 എന്താ പറയുക ജൂൺ 1 വെള്ളിയാഴ്ച ഞാൻ മലപ്പുറം കോളേജിൽ നിന്ന് റിലീവ് ചെയ്തിട്ട് ഞാൻ വീട്ടിലോട്ട് പോരുന്ന ടൈമിൽ ഞാൻ ബസ്സിലിങ്ങനെ ഇരുന്ന് പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം മലപ്പുറത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓർത്ത് ഇരിക്കുന്ന കുറച്ച് കഴിഞ്ഞ് സ്റ്റാൻഡൊക്കെ എത്തിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഫോൺ ബാഗിൽ നോക്കുമ്പോൾ ഫോൺ കാണുന്നില്ല. അപ്പം
അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആരോ കൊണ്ടുപോയി ബാഗിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തു? അത് പോലീസിൽ കംപ്ലൈൻ്റ് ഒക്കെ ചെയ്തത്, ഫോണൊന്നും കിട്ടിയൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി. 2018 ഇപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുണ്ടെന്ന് തോന്നി. ഫോണൊക്കെ നഷ്ടപ്പെട്ടാൽ ഇപ്പം നമുക്ക് ഒരുപാട് ഇപ്പം നമുക്ക് സഞ്ചാർ സാഥി ആപ്പ് വഴി നമുക്ക് നമ്മുടെ ഫോണ് എന്താ പറയുക ബ്ലോക്ക് ചെയ്യാനും ഒക്കെ തിരിച്ചെടുക്കാനും ഒക്കെ അത് സഹായിക്കും. പക്ഷേ അന്ന് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്യാനൊക്കെ നമ്മുടെ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്തു. ഫോണ് ഞാൻ വിളിച്ചിരുന്നു, ഒരു നമ്പറിൽ നിന്ന് വിളിച്ചപ്പോൾ ഫോൺ ബ്ലോക്ക്ഡായി. ഫോണ് അവരത് സ്വിച്ച് ഓഫ് ചെയ്തു. പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന കാലത്ത് കോളേജിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? ഞാൻ കോളേജിലെ അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടുന്ന സ്റ്റാഫ് ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. അടിപൊളി. പിന്നെ അധ്യാപക സംഘടനയായിട്ടുള്ള ഞങ്ങളുടെ കോളേജ് അധ്യാപക സംഘടനയുണ്ട് കേരളത്തിലെ. ഒരു കോളേജ് അധ്യാപക സംഘടനയുടെ പനമ്പള്ളി യൂണിറ്റ് വൈസ് പ്രസിഡൻ്റാണ് ഞാൻ. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ 6 പേരുണ്ട്. അപ്പം ഒരു ഗസ്റ്റായിട്ടുള്ളൊരു ടീച്ചറും കൂടെ ഉണ്ട്. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു വൈസ് പ്രിൻസിപ്പലുണ്ട് ആൽബർട്ട് സാർ. ആൽബർട്ട് സാറിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു സപ്പോർട്ടാണ്. പ്രത്യേകിച്ചും നമുക്കൊരിക്കലും മറക്കാനാകാത്ത ഒരു ബ്രദറിനെ പോലെ അല്ലെങ്കിൽ ഒരു ഫാദർലി അഫെക്ഷനോട് കൂടി നമ്മളോട് ഡീൽ ചെയ്യുന്നൊരു അധ്യാപകനാണ് ആൽബർട്ട് സാർ. പിന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് സിസർ ടീച്ചറുണ്ട്, ദിലീപ് സാറുണ്ട്, സുരേഷ് സാറുണ്ട്. കുട്ടികൾ അതെടുത്ത് പറയേണ്ടതല്ലേ? അതെ, കുട്ടികളുടെ കേസ് ഞാൻ പറയാനിരിക്കുമായിരുന്നു. അത് ഞാൻ ക്ലാസ്സുകളിലേക്കൊക്കെ എനിക്ക് തന്നെ പോകാൻ പറ്റാറുണ്ട്, കാരണം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് തൊട്ടടുത്താണ് ക്ലാസ്സുകളൊക്കെ. പിന്നെ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളൊക്കെ വളരെ സപ്പോർട്ടാണ്. പ്രത്യേകിച്ചും നമ്മൾ പോർഷൻസ് എവിടം വരെ എടുത്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഇന്ന പോർഷനിൽ ഇന്ന ഭാഗം മനസ്സിലായോ, അപ്പോൾ അവർ ചിലർ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സെക്കൻഡ് BA പൊളിറ്റിക്സ് അപ്പം അത് ചോദിക്കുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അവർ പറയും സാർ ഇന്ന ഭാഗത്ത് സംശയമുണ്ട്, സാർ ഇന്ന ഭാഗം ക്ലിയർ ആയില്ല എന്ന് പറയും. അതോടൊപ്പം എനിക്ക് പിന്നെ പറയാനുള്ളൊരു എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കഴിഞ്ഞ ഡിഗ്രി ബാച്ചിലർ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ശിശിര എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശിശിരയ്ക്ക് ഈ ആൻസർ പേപ്പറൊക്കെ നോക്കുക, ചില ആൻസർ പേപ്പറിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് മാർക്ക് കുറച്ച് കുറവുള്ള പോലെ തോന്നിയിരുന്നു. അപ്പോൾ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യും, മോളൊരു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഒരു വിഷയം പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. പഠിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും മുൻകൂട്ടി നോക്കണ്ട, അല്ലാതെ പഠിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ എഴുതി എനിക്ക് വോയിസ് ഇടാൻ പറഞ്ഞു. ആൻസർ നോക്കാതെ എഴുതി വോയിസ് ഇടാൻ പറഞ്ഞു, സത്യസന്ധമായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എനിക്ക് ആൻസർ എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസറും അത് വോയിസ് ഇട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, അത് ഇങ്ങനെയല്ല എഴുതേണ്ടത്, പോയിന്റ് മാത്രം എഴുതിയാൽ പോലെ, അതിൻ്റെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യണം, അതിൻ്റെ കണ്ടംപററി റെലവൻസ് നമ്മൾ എന്താണെന്ന് പറയണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇപ്പോൾ ആ കുട്ടിയായിരുന്നു ഡിഗ്രിയിൽ ഹയസ്റ്റ് വന്നത്. നമ്മുടെ കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് ഡിഗ്രിയിൽ ഹയസ്റ്റ് വന്ന കുട്ടി എന്ന് പറയുന്നത് ശിശിര എന്ന് പറഞ്ഞുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു എൻ്റെ ഒരു റീഇൻഫോഴ്സ്മെന്റ് വലിയ രീതിയിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. വലിയൊരു സന്തോഷമാണല്ലേ, കുട്ടികളെ നമ്മൾ സഹായിക്കുകയും കൂടെ ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സൂപ്പർവിഷനിൽ അവരടുത്തൊരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ. പിന്നെ എൻ്റെ സ്റ്റുഡൻസിൻ്റെ മറ്റൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഹാൻഡ് റിട്ടൺ PDF ഞങ്ങളുടെ പല ഗ്രൂപ്പുകളിലൊക്കെ വരുമ്പോൾ അവർക്ക് ഇട്ട് കൊടുത്താൽ അവരത് ഓഡിയോ ആയിട്ട് വായിച്ച് നമുക്ക് തരും. പിന്നെ വേറൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ന്യൂസ് പേപ്പേഴ്സൊക്കെ ഓഡിയോ ആയിട്ട് വോയിസ് ആയിട്ട് നമുക്ക് വായിച്ച് കിട്ടുന്ന വിജ്ഞാനദീപം എന്ന് പറഞ്ഞൊരു ടെലഗ്രാം ഗ്രൂപ്പുണ്ട്, ശ്രവ്യം എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. പിന്നെ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിൻ്റെ തന്നെ ഒരുപാട് പദ്ധതികളുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് കുറച്ച് ഓഡിയോ ബുക്സും ബ്രെയിൽ ബുക്സും ഒക്കെ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. ശബ്ദം വളരെ പ്രധാനമാണ് ടൊബിയോയുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സത്യസന്ധമായിരിക്കണം എന്ന് ആ കുട്ടിയോട് പറഞ്ഞു അല്ലേ? അത് ടൊബിയോയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. കാര്യം നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ചുറ്റുമുള്ള ആൾക്കാരെ, ചുറ്റുമുള്ള ലോകത്തെ, ശരിയല്ലേ? അതെ, ചുറ്റുമുള്ള ലോകത്തെ നമുക്ക് വിശ്വസിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. പക്ഷേ സത്യസന്ധമായിരിക്കണം എന്ന് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, ഒരു കുട്ടിയുടെ നമുക്ക് അസസ് ചെയ്യാനായിട്ട്, നമുക്ക് ആ കുട്ടിയുടെ വീക്ക്നെസ് എവിടെയാണെന്ന് അസസ് ചെയ്യാനായിട്ട് ആൻസർ പേപ്പർ അങ്ങനെയുള്ള കാര്യങ്ങൾ സത്യസന്ധത കാണിച്ചാലേ നമുക്ക്, അതായത് ആ കുട്ടിയുടെ ആഗ്രഹമുണ്ട് എൻ്റെ മാർക്ക് എവിടെയാണ് കുറയുന്നത് എന്നുള്ളത് ആ കുട്ടിയെ അറിയണമല്ലോ.
അപ്പോൾ അതാണ് ആ കുട്ടി അറിയണം, ഒപ്പം ഞാനും അറിയണം. ഞാൻ അറിഞ്ഞാലല്ലേ ആ കുട്ടിയോട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അന്ന് ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ പൊളിറ്റിക്കൽ തോട്ട് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ആ ഒരു പേപ്പറിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ പ്ലാറ്റോ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ എഴുതുമ്പോൾ വെറുതെ എഡ്യൂക്കേഷൻ എന്താണെന്ന് പ്ലാറ്റോ ഉണ്ടെന്ന് പറഞ്ഞു. അത്രയൊന്നും മാത്രം എഴുതിയാൽ പോരാ, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്, അല്ലെങ്കിൽ പ്ലാറ്റോയുടെ ഒരു കാലഘട്ടം എന്തായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ എഡ്യൂക്കേഷൻ്റെ പോരായ്മകൾ എന്തായിരുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അന്ന് അനലൈസ് ചെയ്ത് കുറച്ചുകൂടി നല്ല ഭാഷ, ഇംഗ്ലീഷ് ഭാഷയിലാണ് എഴുതുന്നതെങ്കിൽ കുറച്ചുകൂടി നല്ല ഭാഷയിൽ ഒരു നല്ല ഓർഗനൈസിങ് കപ്പാസിറ്റിയിൽ എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു എസ്സേ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കി എഴുതിയാലേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടെ, ടോബിയോ സ്വന്തം ലൈഫ് കൊണ്ട് ടോബിയോ ഒരു മാതൃകയാണ്. ഒറ്റ കാര്യം അവസാനം പറഞ്ഞൊരു കാര്യമാണ് ഈ എഡ്യൂക്കേഷൻ. നമുക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. എന്താണ് ടോബിയോ, എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഒരു വിധത്തിലൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം, പ്രത്യേകിച്ചും ഓരോ ഡിസബിലിറ്റി ഉള്ള ആളുകളെ പ്രത്യേകിച്ച് അവരുടെ ചെറുപ്പകാലത്തെങ്കിലും അവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കൂളുകളിലോ മറ്റോ അവരെ പഠിപ്പിച്ചാൽ അവർക്ക് കൂടുതൽ എന്തൊക്കെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരുടെ പോരായ്മകൾ എന്തെല്ലാമാണെന്നും ആ പോരായ്മകളെ എങ്ങനെയൊക്കെ റീഇൻഫോഴ്സ് ചെയ്ത് കൊണ്ടുവരാം എന്ന് അവർക്കും മറ്റുള്ളവർക്കും അറിയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ സ്കൂളിൽ തന്നെ ഇങ്ങനെയുള്ള ആളുകളെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഒരു ഭാഗത്തിരിക്കും, ഒരു ഭാഗത്ത് മാർക്കും കിട്ടും, ആ രീതിയിൽ അങ്ങ് പോവുള്ളൂ. അവർ തന്നെ ശ്രമിച്ച് അവർക്ക് തന്നെയുള്ളൊരു മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ അവർക്ക് ചെറുപ്പത്തിലെങ്കിലും അവരുടേതായിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള ട്രെയിനിങ്സ് ഒക്കെ കിട്ടിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെങ്കിലും ചെറുപ്പത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യാനായിട്ട്. എൻ്റെ ഒരു ചോദ്യം ഇവിടെയാണ്, അതായത് ടോബിയോയ്ക്ക് എവിടെയാണ് ഈ ജയിക്കണം എന്നുള്ള വാശി കയറിയത് എന്നുള്ളതാണ്. പലരും വിട്ടുകളയുന്നിടത്താണ് ടോബിയോ പിടിച്ചു കയറുന്നത്. അല്ല, എനിക്കങ്ങനെ ജയിക്കണം എന്നൊരു വാശി ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം, അതായത് നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ പറയുമായിരുന്നു, ഇങ്ങനെ നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ പറഞ്ഞിരുന്നു, സിസ്റ്റേഴ്സിൻ്റെ ഒരു സ്ഥാപനത്തിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ പറഞ്ഞു, സാധാരണക്കാർക്കാണെങ്കിൽ അവർക്ക് ബാക്കിയുള്ള പണികളും ഒക്കെ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിപ്പിക്കാനേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അന്നത്തെ കാലത്ത് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല, നമുക്ക് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് സംഘടനാ പ്രവർത്തനം നടത്തുന്നുണ്ട്, ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, പിന്നെ ഓഡിറ്റിംഗ് ആ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, പിന്നെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ ഇപ്പം ഒരു തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്, കേരളത്തിലുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ആദ്യ കാലങ്ങളിലൊക്കെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമേ, പഠിപ്പിക്കുന്നത് മോശം ജോലിയായിട്ടല്ല, അതേ പറ്റുമായിരുന്നുള്ളൂ എന്ന് നമ്മളോട് അങ്ങനെ പറഞ്ഞിരുന്നതിൻ്റെ ഭാഗമായിട്ടും എനിക്ക് പഠിക്കാൻ ഇഷ്ടമായിരുന്നു. ഞാനങ്ങനെ ഏറ്റവും പ്രധാനം തോന്നുന്നില്ല, പിന്നെ എനിക്ക് പഠിക്കുക എന്നുള്ളത്, എനിക്ക് പ്രത്യേകിച്ചും ലാംഗ്വേജ് ക്ലാസ്സുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ക്ലാസ്സുകളാണ് ഇംഗ്ലീഷും മലയാളം ക്ലാസ്സുകൾ എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ക്ലാസ്സുകൾ. ചർച്ചകളിലൊക്കെ പങ്കെടുക്കും ഞാൻ, സംശയമൊക്കെ ചോദിക്കുമായിരുന്നു. അന്നൊക്കെ ഞങ്ങൾ പഠിക്കുന്ന ഇംഗ്ലീഷിന് ഫസ്റ്റ് ഇയറിൽ 9 അവറാണ്, മലയാളത്തിന് 4 അവറൊക്കെ. അപ്പോൾ അത് ഞാൻ എല്ലാ അവറിലും കയറും പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, ആ ഒരു അങ്ങനെ ജയിക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിനേക്കാളും ഞാൻ ആ ഒരു ഇത് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എൻജോയ് ചെയ്ത കാര്യങ്ങൾ മുന്നോട്ട് എൻജോയ് ചെയ്ത് തന്നെയാണ് എടുക്കുന്ന എഫേർട്സിനെ നമ്മൾ സ്നേഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എഫേർട്സിന് പിന്നെ ഒരു സപ്പോർട്ട് സിസ്റ്റം, പിന്നെ ഒരു ആൽക്കമിസ്റ്റിലൊരു ഇതുണ്ടല്ലോ, ഇഫ് യു വാണ്ട് ടു അച്ചീവ് സംതിങ് ദ ഹോൾ യൂണിവേഴ്സ് conspires in helping you to achieve it എന്നുള്ളൊരു കൊട്ടേഷനൊക്കെ ഉണ്ട്. പക്ഷേ ആ കൊട്ടേഷൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പോസിബിൾ അല്ലെങ്കിലും കുറച്ച് 2 പുസ്തകങ്ങൾ പൗലോ കൊയ്ലോ എഴുതിയിട്ടുണ്ട്, ആൽക്കെമിസ്റ്റ് മാത്രമല്ല. ദ ഫിഫ്ത്ത് മൗണ്ടൻ എന്ന പുസ്തകത്തിൻ്റെയും ത്രെഡ് ഇത് തന്നെയാണ്. ടോബിയോ ഇപ്പോൾ നടക്കുന്ന ട്രെയിനിങ്, അതായത് അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള, ബ്ലൈൻഡ് ആയിട്ടുള്ള അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ്, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ 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 അതെ. എന്താണ്, എങ്ങനെയാണത്? അത് നമ്മുടെ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംഘടനയുണ്ട്, അതിൻ്റെ ഒരു ടീച്ചേഴ്സ് ഫോറം എന്ന് പറഞ്ഞൊരു വിങ് ഉണ്ട്. അപ്പോൾ അവർ എന്താ പറയുക, അവരുടെ ഒരു ഇനിഷ്യേറ്റീവിൽ ഇപ്പം കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് IMGയോട് ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തരുന്നൊരു കമ്പ്യൂട്ടർ ട്രെയിനിങ് ആണ്. മൈക്രോസോഫ്റ്റ് ഓഫീസ്, വേർഡ്, എക്സൽ, പവർ പോയിൻറ്റ് അതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പരിശീലനമാണ്. നമ്മൾ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്
ഇതെല്ലാം നമുക്ക് പരിശീലനം തരുന്നത്. ഓ ശരി. പക്ഷേ അപ്പം അത് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. കാരണം ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റ് ഒരുപാട് ട്രെയിനിങ്സൊക്കെ കോളേജ് അധ്യാപകർക്ക് ഓറിയൻറ്റേഷൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നുണ്ടെങ്കിലും ഹാൻഡ്സ് ഓൺ സെഷൻ ഉണ്ടല്ലോ, അതായത് സമയത്ത് തന്നെ ലൈവായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും അത് ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ ഇതിൽ നമുക്ക് ലൈവായിട്ട് തന്നെ സാധാരണക്കാരുടെ കൂടെ ചെയ്യാൻ പറ്റിയിരുന്നു എന്ന് മാത്രം. ഞാനൊക്കെ ഇന്നലെയൊക്കെ കൃത്യമായിട്ട് എല്ലാ അതിലും പങ്കെടുക്കും. ഇപ്പം മലയാളം ടൈപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് സാങ്കേതികമായിട്ട് നമ്മൾ പുരോഗമിക്കുകയാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരികയും കൂടെയാണ്. അതെ 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 അതെ. എന്തായാലും വളരെ സന്തോഷകരമായ കാര്യം. സമയപരിമിതി കൊണ്ട് ടൊബിയോയെ ഇവിടെ കിട്ടിയതിൽ വളരെ സന്തോഷം. ടൊബിയോ ഒരുപാട് പേർക്ക് പ്രചോദനമാണ്. അത് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ളവർ മാത്രമല്ല, അല്ലാത്തവർക്കും എന്താണ് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പഠിച്ചെത്തേണ്ടത്, എന്താണ് ലോകത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട്, ഇങ്ങനെ പല കാര്യങ്ങളിലും ടൊബിയോ ഒരു മാതൃകയാണ്. ഒരുപാട് സന്തോഷം ടൊബിയോ ഇവിടെ കിട്ടിയത്. എനിക്കും ഈ ഒരു ചാനലിൽ ഇങ്ങനെ വരാൻ പറ്റിയതിൽ ഞാൻ ഒരിക്കലും അങ്ങനെ വരാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. ഞാൻ എന്നിട്ട് ബിനോയ് ചേട്ടനോട് പറയുകയും കൂടെ ചെയ്തു, നേരിട്ട് കണ്ടാൽ മാത്രം മതി, ചാനലിലൊരു അവസരം തരണമെന്നൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ ഞാൻ അങ്ങനെ വന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയാലും, പ്രത്യേകിച്ചും ട്രിവാൻഡ്രം വരെ വന്നിട്ടും ഇവിടെ വരാൻ പറ്റിയാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം ഈ ഒരു ചാനലിനോട് അതുപോലെ തന്നെ വ്യൂവേഴ്സിനോടും ഞാൻ എൻ്റെ ഒരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.